BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ലൈവ് സ്റ്റോക്ക് ആൻഡ് അഗ്രികൾച്ചറൽ എക്സിബിഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കന്നുകാലി പ്രദർശന മേളയായ മരായി 2024 മുനിസിപ്പാലിറ്റി കൃഷി മന്ത്രാലയം ടെൻഡർ പുറപ്പെടുവിച്ചു. പ്ലാനിംഗ്, മാർക്കറ്റിംഗ്, നിർമ്മാണം, സമ്പൂർണ്ണ ഉൽപ്പാദനം എന്നിവയടക്കം പ്രാവർത്തികമാക്കാൻ താൽപ്പര്യമുള്ള കമ്പനികളിൽ നിന്നാണ് കരാറുകൾ ക്ഷണിച്ചിട്ടുള്ളത്. ബഹ്റൈനിലെ അപൂർവ അറേബ്യൻ കുതിരകളുടെ ശേഖരവും ഫാം ഉടമകളുടെ ഉടമസ്ഥതയിലുള്ള അപൂർവ മൃഗങ്ങളുടെ ശേഖരവും ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തും. കന്നുകാലി കാർഷിക സാങ്കേതിക വിദ്യകളിലെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങൾ പ്രദർശിപ്പിക്കുക, സുസ്ഥിര കാർഷിക രീതികൾ പ്രോത്സാഹിപ്പിക്കുക, പ്രാദേശികവും രാജ്യാന്തര പങ്കാളികൾ തമ്മിലുള്ള പങ്കാളിത്തവും സഹകരണവും വളർത്തുക, കന്നുകാലികളുടെയും കാർഷിക വ്യാപാരത്തിന്റെയും പ്രാദേശിക കേന്ദ്രമെന്ന നിലയിൽ ബഹ്റൈന്റെ സ്ഥാനം ഉയർത്തുക, ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്നിവയാണ് പ്രദർശനം ലക്ഷ്യമിടുന്നത്. പ്രദർശനത്തോടനുബന്ധിച്ച് ഡോഗ് ഷോ, കുതിരയോട്ടം, മറ്റ് വിനോദ പരിപാടികൾ എന്നിവയും ഉണ്ടായിരിക്കും. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 3 പുതിയ അറബ് മേഖലകൾ ഇടം നേടി. ന്യൂദില്ലിയിൽ നടന്ന 46ാമത് ലോക പൈതൃക സമിതിയുടെ സെഷനിൽ മേഖലയിൽ നിന്നുള്ള 3 പുതിയ സ്ഥലങ്ങൾ ഇടം പിടിച്ചു. പലസ്തീനിലെ സെന്റ് ഹിലാരിയൻ ടെൽ അമറിന്റെ മൊണാസ്ട്രി, ജോർദാനിലെ ഉമ്മുൽ ജിമാൽ സിറ്റി, സൗദി അറേബ്യയിലെ അൽ ഫാഖ് ആർക്കിയോളജിക്കൽ ഏരിയയുടെ സാംസ്കാരിക ഭൂപ്രകൃതി എന്നിവയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങൾ. ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചറൽ ആൻഡ് ആന്റിക്വിറ്റീസ് പ്രസിഡന്റും അറബ് റീജിയണൽ സെന്റർ ഫോർ വേൾഡ് ഹെറിറ്റേജിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ പട്ടികയിൽ ഇടം പിടിച്ച 3 രാജ്യങ്ങളെയും അഭിനന്ദിച്ചു. ഇത് ആഗോളതലത്തിൽ അറബ് പൈതൃകത്തിന്റെ സാന്നിധ്യം ശക്തിപ്പെടുത്തുകയും സ്ഥലങ്ങളുടെ സാംസ്കാരികവും പ്രകൃതിദത്തവുമായ പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള താൽപര്യത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്തുവെന്നും ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അറിയിച്ചു. സൽമാബാദ് സഹോദരൻ അയ്യപ്പൻ ഏരിയ യൂണിറ്റിന്റെ 2024-25 പ്രവർത്തന കാലഘട്ടത്തിലേക്കുള്ള ഏരിയ യൂണിറ്റ് കമ്മിറ്റിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച 7:30 SNCS ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രമുഖ മാധ്യമപ്രവർത്തകരും പ്രവാസി സമ്മാൻ അവാർഡ് ജേതാവുമായ സോമൻ ബേബി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ കൺവീനർ ദിനേശ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി സജിത് സ്വാഗതവും ചെയർമാൻ കൃഷ്ണകുമാർ, സെക്രട്ടറി ശ്രീശാന്ത്, ഏരിയ കോർഡിനേറ്റർ സുനിൽ സുശീലൻ എന്നിവർ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. സുധാ സുനിൽ പരിപാടിയുടെ മുഖ്യ അവതാരകയായ ചടങ്ങിൽ മെമ്പർഷിപ്പ് സെക്രട്ടറി ഷിബു രാഘവൻ നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ ശാസ്ത്രീയ നൃത്തം ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് 2024-25 കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രവർത്തനോദ്ഘാടനവും ദേശീയ കൺവെൻഷനും BMC ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. IYCC ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസിന്റെ അധ്യക്ഷതയിൽ ബഹ്റൈൻ പാർലമെന്റ് അംഗം ഹിസ് എക്സലൻസി മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി യോഗം ഉദ്ഘാടനം ചെയ്തു. IYCC നന്മയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനിയും മുൻഗണന നൽകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അറിയിച്ചു. ചടങ്ങിൽ IYCC ബഹ്റൈൻ മെഡിക്കൽ ഹെൽപ്പിന്റെ ഭാഗമായി പുതുതായി തുടങ്ങിയ ഉമ്മൻചാണ്ടി സ്മാരക വീൽചെയർ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനവും പോസ്റ്റർ പ്രകാശനവും നടന്നു. പോസ്റ്റർ പ്രകാശനം ഹിസ് എക്സലൻസി മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി ചാരിറ്റി വിംഗ് കൺവീനർ സലീം അബു താലിബിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി വീൽചെയർ ഏരിയ പ്രസിഡന്റ് വിജയൻ കണ്ണൂർ, സെക്രട്ടറി ഹരിശങ്കർ PN, ട്രഷറർ ശരത് കണ്ണൂർ എന്നിവർ ഏറ്റുവാങ്ങി. IYCC ആർട്സ് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മഴവില്ല് ടാലന്റ് ഫെസ്റ്റ്, സ്പോർട്സ് വിംഗിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഫുട്ബോൾ മത്സരം, IG മീഡിയ വിംഗ് നിർമ്മിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ തുടങ്ങിയവയുടെ പോസ്റ്റർ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. വിംഗ് കൺവീനർമാരായ റിച്ചി കളത്തൂർ, റിനോസ് കറിയ, ജമീൽ കണ്ണൂർ എന്നിവർ പങ്കെടുത്തു. IYCC മെമ്പർഷിപ്പ് വിംഗ് കൺവീനർ സ്റ്റെഫി സാബു നിർമ്മിച്ച ഡിജിറ്റൽ മെമ്പർഷിപ്പ് പ്രഖ്യാപന വീഡിയോ സദസ്സിൽ പ്രദർശിപ്പിച്ചു. IYCC ദേശീയ കോർ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ പ്രസിഡന്റ്, സെക്രട്ടറിമാർ എന്നിവർ ചടങ്ങിൽ അനുമോദിച്ചു. മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി മൊമന്റോ IYCC ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസിന് സമ്മാനിച്ചു. ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്താണ് മുഖ്യാതിഥിയായിരുന്നത്. IYCC ബഹ്റൈൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. ICRF ചെയർമാൻ ബാബു രാമചന്ദ്രൻ, IOC ബഹ്റൈൻ ജനറൽ സെക്രട്ടറി ഖുർഷിദ് ആലം, OICC ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ബഷീർ അമ്പലായി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സാമൂഹിക പ്രവർത്തകരായ സയ്യിദ് ഹനീഫ, KT സലീം, അൻവർ നിലമ്പൂർ, അമൽ ദേവ്, രാജേഷ് പെരുകുഴി, IOC ബഹ്റൈൻ പ്രതിനിധി മുഹമ്മദ് ഗയാസ്, രാഷ്ട്രീയ സാമൂഹിക മാധ്യമ രംഗത്തെ മറ്റ് പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. ടീം സിത്താർ ബഹ്റൈനിലെ
കലാകാരന്മാർ അവതരിപ്പിച്ച സംഗീതവും ഐമ കൊച്ചിൻ കലാഭവനിലെ കുട്ടികളുടെ നൃത്തമടക്കമുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി. IYCC ബഹ്റൈൻ 2023-24 പ്രസിഡന്റ് ഫാസിൽ പട്ടോളി, ട്രഷറർ നിതീഷ് ചന്ദ്രൻ എന്നിവർക്കുള്ള മെമന്റോയും പരിപാടികൾ ആദ്യാവസാനം നിയന്ത്രിച്ച അവതാരിക ഷൈൻ സൂസൻ സജിക്കുള്ള ഉപഹാരവും ഹിസ് എക്സലൻസി നൽകി. 3 മാസത്തിനിടെ കേരളത്തിൽ നിന്നും ഗൾഫിലേക്കുള്ള 800-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കിയതായി കണക്കുകൾ. കൃത്യമായി 861 വിമാനങ്ങൾ റദ്ദാക്കിയെന്നാണ് വിവരം. കോഴിക്കോട്, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ളതാണ് 542 സർവീസുകൾ. ഏപ്രിൽ മുതൽ ജൂൺ 30 വരെ 1600 സർവീസുകളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ 4.6% വിമാനങ്ങളാണ് 1 മണിക്കൂറിലധികം വൈകി സർവീസ് നടത്തിയത്. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചെന്ന് കാർവാർ MNന്റെ സതീഷ് കൃഷ്ണ സെയിൽ. ഷിരൂരിൽ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ തിരച്ചിൽ തുടരുമെന്നും സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. ഗംഗാവലി നദിയിലെ അടിയൊഴുക്ക് കുറയണമെന്നും ജലനിരപ്പ് താഴുന്നതുവരെ കാത്തിരിക്കണമെന്നും MLA പറഞ്ഞു. തുടർ നടപടികൾ ഉന്നതതല യോഗത്തിൽ ചർച്ച ചെയ്തുവെന്നും സതീഷ് കൃഷ്ണ സെയിൽ അറിയിച്ചു. ചെളിയും മണ്ണും പാറയും മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. യന്ത്രങ്ങൾ എത്തിയാൽ തിരച്ചിൽ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവരുമെന്നും ടെക്നീഷ്യൻ എത്തി ആദ്യം പരിശോധിക്കണമെന്നും സതീഷ് കൃഷ്ണ സെയിൻ പറഞ്ഞു. അതേസമയം അർജുനായുള്ള തിരച്ചിൽ തുടരണമെന്നും M. വിജിൻ MLA ആവശ്യപ്പെട്ടു. തിരച്ചിൽ തുടരണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടതായും M. വിജിൻ പറഞ്ഞു. കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ച് രക്ഷാദൌത്യം നടത്തണം. കഴിഞ്ഞ ദിവസം നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും M. വിജിൻ പറഞ്ഞു. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു. ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് തിരച്ചിൽ തുടരണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിന്റെ മെഡൽ നേടിയ മനു ഭാക്കറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്ര മെഡലെന്നും മഹത്തായ നേട്ടമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ മനു ഭാക്കറിലൂടെ ഇന്ത്യ അക്കൗണ്ട് തുറന്നു. വെങ്കലം നേടിയതിന് അഭിനന്ദനങ്ങൾ. ഒളിമ്പിക്സ് ഷൂട്ടിംഗ് വനിതാ വിഭാഗത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ താരം മെഡൽ നേടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിജയം ഏറെ സവിശേഷമാണ്, പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. മെഡൽ നേടിയതിൽ അഭിമാനമുണ്ടെന്നും മെഡൽ നേട്ടം രാജ്യത്തിന് സമർപ്പിക്കുന്നുവെന്നും മനു ഭാക്കർ വിജയത്തിന് ശേഷം പ്രതികരിച്ചു. നാളിതുവരെ നിപ രോഗപകർച്ചയുടെ സൂചനകളില്ലെങ്കിലും ജാഗ്രത കൈവെടിയരുതെന്ന് മന്ത്രി വീണ ജോർജ്. ഇപ്പോൾ ചെറിയ ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾ മാത്രമാണ്. ICUവിൽ ആരും തന്നെ ചികിത്സയിലില്ല. 472 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതുവരെ ആകെ 856 പേർക്ക് മാനസികാരോഗ്യ സേവനങ്ങൾ നൽകി. മലപ്പുറം കളക്ടറേറ്റിൽ വൈകുന്നേരം ചേർന്ന നിപ അവലോകന യോഗത്തിൽ മന്ത്രി വീണ ജോർജ് ഓൺലൈനായി പങ്കെടുത്തു. നിപ നിയന്ത്രണങ്ങളിൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇളവ് വരുത്താൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കും. ഐസൊലേഷനിലുള്ളവർ കൃത്യമായി ക്വാറന്റൈൻ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരും. മാസ്ക്, സാമൂഹിക അകലം എന്നിവ തുടരണമെന്നും മന്ത്രി അറിയിച്ചു. ബാണാസുര സാഗർ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് 773.50 മീറ്ററായി ഉയർന്നാൽ ഷട്ടറുകൾ തുറക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ RD മേഘശ്രീ അറിയിച്ചു. ഡാമിലെ നിലവിലെ ജലനിരപ്പ് 772.50 മീറ്ററാണ്. ഡാമിന്റെ ബഹിർഗമന പാതയിലും സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അടിയന്തര സാഹചര്യമുണ്ടായാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ, വില്ലേജ് ഓഫീസർമാർ മുതലായവർ ജാഗ്രത പുലർത്തണമെന്നും അറിയിച്ചു. കഴിഞ്ഞൊരാഴ്ചയ്ക്കിടെ വീശിയടിച്ച കാറ്റിലും മഴയിലും മലബാറിൽ തകർന്നത് 1700 ഹൈ ടെൻഷൻ പോസ്റ്റുകൾ. ഇതോടൊപ്പം 11,000-ഓളം ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു. നാശനഷ്ടങ്ങൾ പരിഹരിക്കാനും വീടുകളിൽ കണക്ഷനുകൾ പുനഃസ്ഥാപിക്കാനും വൈദ്യുതി വകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. അതേസമയം ഉത്തര മലബാറിൽ താറുമാറായ വൈദ്യുതി ബന്ധം പലയിടത്തും ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇന്നലെ പുലർച്ചെ കോഴിക്കോട്ട് വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. കൊക്കലൂരിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് ദമ്പതികൾക്ക് പരിക്കേറ്റു. ഗതാഗതവും പലയിടത്തും തടസ്സപ്പെട്ടു. കണ്ണൂർ, ശ്രീകണ്ഠാപുരം, കാസർഗോഡ്, പാലക്കാട്, ഷൊർണൂർ, കൊട്ടാരക്കര, കോഴിക്കോട്, വടകര ഇലക്ട്രിക്കൽ സർക്കിളുകളിലാണ് നാശനഷ്ടം തീവ്രമായത്. ഹൈടെൻഷൻ വൈദ്യുതി കമ്പികൾ 1117 സ്ഥലങ്ങളിലും ലോ ടെൻഷൻ കമ്പികൾ 19,571 സ്ഥലങ്ങളിലും പൊട്ടിവീണു. കണക്ഷനുകൾ പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കും. യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് വൈദ്യുതി എത്തിക്കാനാണ് തീരുമാനം. താമരശ്ശേരി, പുതുപ്പാടി, കൊയിലാണ്ടി, ഉള്ളിയേരി, പേരാമ്പ്ര, ബാലുശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിലാണ് കാറ്റ് വീശിയത്. 20ഓളം വീടുകളും ഭാഗികമായി കേടുപാട് സംഭവിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.